ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ആദി നവി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് UAE അബുദാബി എമിറേറ്റ്സിൽ വരുന്ന ഒരു ഫാം ഹൗസിലാണ്. നമുക്ക് ഫാം ഹൗസിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വന്നാലോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാണ് കേട്ടോ പാർക്കിംഗ് കഴിഞ്ഞുള്ള എൻട്രൻസ്. നമ്മൾ ഈ എൻട്രൻസിലൂടെ അകത്ത് കയറിയത്. ആദ്യം തന്നെ ഞങ്ങൾ ഇവിടെ ലഞ്ച് ഓർഡർ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറിയത്. വിശന്നിട്ട് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നേരെ ഓടിപ്പോയി ലഞ്ച് കഴിച്ചു. ലഞ്ചിന് നോർമൽ നമ്മൾ ചോറാണ് പറഞ്ഞത്, പക്ഷേ കൂടെ നമ്മുടെ സ്പെഷ്യലായിട്ട് ബീഫ് ഫ്രൈയും കാട ഫ്രൈയും പറഞ്ഞു കേട്ടോ. ഒന്നും പറയാനില്ല, സൂപ്പർ സാധനമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് നേരെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി ഓടിയത് ഫാമിലേക്കാണ്. ആ ഫാം കാണാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഭയങ്കര ഫുഡ് കഴിഞ്ഞ് പിന്നെ അടുത്ത എക്സൈറ്റ്മെൻറ്റ് ഫാമിലേക്ക് ഓടാനായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നമുക്ക് അത്ര എക്സൈറ്റഡ് ആയിട്ട് തോന്നില്ല എന്ന് തോന്നിയാൽ പോലും നമുക്ക് UAE നിൽക്കുന്നവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ്. ഓടി നടന്ന് കാണാൻ തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവർ ഇത് വീഡിയോ കൂടെ കാണിക്കുന്നത് മോശമായിട്ട് വിചാരിക്കരുത് ആരും. കാരണം ഇത് വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് വിളഞ്ഞ് നിൽക്കുന്ന ഒരു സീനൊന്ന് കാണാൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഈ ഒരു സീസൺ ഇത് മാർച്ച് മന്തിലാണല്ലോ നമ്മൾ എടുക്കണേ. അപ്പോൾ ഇതെല്ലാം വിത്തിന് ഭാഗമായിട്ട് നിർത്തിയേക്കാണ് കേട്ടോ. എല്ലാം വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വിത്ത് എടുക്കാൻ ഭാഗത്തിന് നിർത്തിയേക്കാം. പടവലം, നമ്മുടെ ചോളം, ഇതാണ്ട് ഉള്ളി, സ്പ്രിങ് ഓനിയൻ, ഇത് ഒക്കെ നേരിട്ട് സ്പ്രിങ് ഓനിയൻ ഇങ്ങനെ നിൽക്കണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതുപോലെ പിന്നെ എന്താ പറയുക, ഇങ്ങനെ നോക്കി നോക്കി നടക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇടാനും ഇങ്ങോട്ട് ഇടാനും ഒക്കെ തോന്നും. മത്തൻ, ചൊരയ്ക്ക, കുമ്പളം എല്ലാം ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞൊരു അതായത് വിത്തിന് ഭാഗമായിട്ട് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് എല്ലാം ഉണങ്ങി തുടങ്ങിയായിരുന്നു. അവിടെ പറക്കരുത്, പറയ്ക്കാതിരിക്കാൻ പറ്റുമോ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കായിട്ടൊന്നും പറയ്ക്കുന്നത് ശരിയല്ലല്ലോ. അവിടെ അങ്ങനെ അവർ പറക്കരുത് എന്നല്ല ബോർഡ് വെച്ചേക്കണേ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മുടെ ചിത്രം സിനിമയിൽ മോഹൻലാൽ ലാസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന്. അതേപോലെ പച്ചക്കറികൾ പറിക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് അവർ ബോർഡ് വെച്ചേക്കുന്നത് കേട്ടോ. അത് രസമായിട്ട് തോന്നി. പിന്നെ നമ്മളിതേ പാവലം എല്ലാം ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ, കാരണം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ശരിക്കും ആ ഒരു ടൈം ഞങ്ങൾക്ക് മിസ്സായി കേട്ടോ. ഇനിയും വരും, എന്തായാലും ഞങ്ങൾ വരണം എന്ന് തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കാരണം ഇത്തവണ നമ്മൾ വന്നത് സ്റ്റേ പ്ലാൻ ചെയ്തിട്ടല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മുടെ ഫാമൊക്കെ ഒന്ന് കണ്ട് ഫുഡും കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളൊന്ന് സ്റ്റേക്കും കൂടെ, ഇതൊരു ഫാം ഹൗസാണ്, അപ്പോൾ സ്റ്റേക്കും കൂടെ തയ്യാറായിട്ടൊരു ദിവസം വരും. ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുക കുറേ ഏരിയയിൽ. പിന്നെ അവിടെ അമരപ്പയറുണ്ടായിരുന്നു, മാവുണ്ടായിരുന്നു, മാങ്ങയൊക്കെ വല കെട്ടിയിട്ടേക്കാണ് കേട്ടോ. ഇതിങ്ങനെ പന്തലിട്ടിട്ടാണ് നിർത്തിയേക്കുന്നത്. ഭയങ്കര രസമാണ്. ഇതിൻ്റെ നമുക്ക് ഇടയിലൂടെ നടക്കാനുള്ള വരമ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ വരമ്പിലൂടെയാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. നമ്മളിങ്ങനെ വരമ്പിലൂടെ നടന്ന് ഓരോരോ കണക്റ്റഡായിട്ട് പോകാൻ സാധിക്കും നമുക്ക്. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും UAE ആൾക്കാരാണെങ്കിൽ പറ്റുന്നവരെ മാക്സിമം വരാൻ നോക്കുക. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല കേട്ടോ. ഇത് വേറെ പ്രൊമോഷൻ അങ്ങനെ ഒരു രീതിയിലൊന്നും എടുക്കരുത് ആരും. ജസ്റ്റ് ഭയങ്കര രസമുണ്ട്. പോരാത്തതിന് നിങ്ങൾ സ്റ്റേ ഉദ്ദേശിച്ചിട്ടാണ് വരുന്നതെങ്കിൽ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോസും കൂടെ കാണിക്കുന്നുണ്ട് ഇതിൽ. വഴുതനങ്ങ എല്ലാം വിത്ത് പാകമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവർ ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കാം കേട്ടോ. അവരവിടെ വിൽക്കുന്നുണ്ട്, നമുക്ക് വാങ്ങിക്കാം. ഞങ്ങൾ വാങ്ങിച്ചു. നമുക്ക് കുറേ പച്ചക്കറികളൊക്കെ കിട്ടി. പിന്നെ മുട്ട നമുക്ക് വാങ്ങിക്കാം. പിന്നെ അതുപോലെ ചോളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഇതായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് പുഴുങ്ങി തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതതുപോലെ തക്കാളി, ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പച്ചത്തക്കാളി കണ്ടിട്ട് കൊതിയാവുമായിരുന്നു. ചെറുപ്പം മുതലേ കൃഷിയൊക്കെ കണ്ട് വീട്ടിൽ കൃഷിയൊക്കെ ഉള്ളവർക്ക് എത്ര എക്സൈറ്റഡ് ആയിട്ടൊന്നും തോന്നില്ലായിരിക്കും. പക്ഷേ എനിക്കൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫാമിൽ കൂടെ കൃഷി സ്ഥലത്തേക്കിടെയൊക്കെ നടക്കുന്നത് നല്ലൊരു ഫീലായിരുന്നു. നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ഇതുപോലെ സ്ഥലമോ കൃഷിയോ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ടാണ് ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വാടി ഉണങ്ങി വിത്തിൻ്റെ പരിവായിട്ട് നിൽക്കുന്നത്.
നമുക്ക് ഫുഡാണെങ്കിലും ഒരു രക്ഷയില്ല. ഈ ഫാമിൽ നിന്ന് ഡയറക്റ്റ് പറിച്ച പച്ചക്കറികളാണുള്ളത്. എക്സ്പെൻസിൻ്റെ കാര്യമാണെങ്കിലും വളരെ ഇക്കോണമിക്കലായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത്. ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ആ ഒരു സമയത്തെ ക്ലൈമറ്റും നല്ല ഒരു ക്ലൈമറ്റായിരുന്നു. നമുക്ക് ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റും ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഈ കാണുന്ന ബൗണ്ടറിയിലൂടെ ഗേറ്റിലൂടെ കിടക്കുമ്പോഴാണ് നമ്മൾ ആദ്യം ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് കാണുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയ റെസ്റ്റോറൻറ്റ് അത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് പാർട്ടി ഹാളും അവൈലബിൾ ആണ്. പാർട്ടി ഹാള് റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ഒന്നേ ഉള്ളൂ. ബട്ട് ഔട്ട്ഡോർ പാർട്ടിക്ക് ഗ്യാതറിങ്സിനും സെലിബ്രേഷൻസും എല്ലാം ചെയ്യാൻ പറ്റിയ ഏരിയ, അതായത് ഔട്ട്ഡോർ ഏരിയാസ് ഒരു 2-3 കണ്ടു. അതിൽ കൂടുതലുണ്ടാവാം. 2-3 മീൻസ് നമുക്ക് പല ലൊക്കേഷൻസിലായിട്ട് വിത്ത് സ്റ്റേജ്, ഔട്ട്ഡോർ ഫേർണിച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതാ പറഞ്ഞത്, ഓൾ ഇൻ വൺ പാക്കേജ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു അടിപൊളി സെറ്റപ്പാണ്. താമസിക്കാനുള്ള റൂംസ് ആയാലും, പാർട്ടി ഫങ്ഷൻസ് മാത്രം നടത്താനായാലും, ഫുഡ് കഴിക്കാനായിക്കോട്ടെ, ജസ്റ്റ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നവരായിക്കോട്ടെ, കുറച്ച് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ, എനി കൈൻഡ് ഓഫ് പർപ്പസ് നടത്താൻ പറ്റിയൊരു ഏരിയ. ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. കണ്ടുകൊണ്ട് നിൽക്കാൻ കുറേ നേരം കണ്ടുകൊണ്ട് നിന്നു. കാറ്റൊക്കെ പിടിക്കുമ്പോൾ അതേ ഡയറക്ഷനിൽ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യണതാണ് പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. എന്തൊരു കളർ കോമ്പിനേഷനാണ്, ഒരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷനാണ് ഈ മയിലിൻ്റെ കളേഴ്സ്. ഒരു രക്ഷയില്ല കേട്ടോ. അത് കണ്ടുകൊണ്ട് നിന്നു കുറേ നേരം. മൊത്തം വീഡിയോ എടുത്തു, പീലി താഴ്ത്തുന്ന വരെ വീഡിയോ എടുത്തു. പക്ഷേ ഇത് നമുക്ക് മൊത്തം ഇപ്പോൾ കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം ചുരുക്കി കാണിക്കുന്നു.
എൻട്രൻസ് ആൻഡ് എക്സിറ്റ് വ്യൂ. പുറത്തോട്ട് ഇറങ്ങി നമുക്ക് കാർ പാർക്കിംഗ് ഒക്കെ ഇതിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെയായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് മെയിൻ ഓഫീസ്, അതുപോലെ സെക്യൂരിറ്റി ക്യാബിനൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇവിടെ കണ്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അങ്ങനെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതൊരിക്കും ടാറ്റാ ബൈ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് പാട്ട് കേട്ടിട്ട് മോളുടെ ഡാൻസാണ് കേട്ടോ ഇത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ റെസ്റ്റോറൻറ്റും അതിൻ്റെ ഇൻസൈഡ് വരുന്ന പാർട്ടി ഹാളും. നല്ല ഫുഡായിരുന്നു കേട്ടോ.